ഇന്ന് നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സേമിയ കേസരി റെസിപ്പിയാണ്. സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ അത്. ഇതിൽ ശർക്കരയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറന്നു പോകരുതേ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു 300 ഗ്രാം ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം കരിയാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നൂൽപ്പരുവൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതിയേ. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ കുറച്ചുകൂടി ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. രണ്ടും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതേമാതിരി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കി വന്ന നെയ്യിലേക്ക് 2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്തും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ സേമിയ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ പാത്രത്തിലേക്ക് തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന സേമിയ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, ആ ശർക്കര പാനി ഒരു തരിപ്പയിൽ കൂടെ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇപ്പോൾ ശർക്കരയിൽ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് ഈ തരിപ്പയിൽ കൂടി അരിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വരണം കേട്ടോ. കുറുകി വരിക മാത്രമല്ല, വേവും വേണം. അവസാനം നിങ്ങൾക്കിത് വെന്ത് വന്നിട്ടില്ല തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ചുക്കുപൊടിയും 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, തണുക്കാൻ അനുവദിക്കരുതേ. ഇനി ഇത് എല്ലാ വശങ്ങളിലേക്കും ആകത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇനി ഒന്നും കൂടി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൽ കുറച്ച് നെയ്യ് തടവിയ ശേഷം ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതിയാവേ. അരികൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
ഇങ്ങനെ നന്നായിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ച് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് ഉറച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. ഒരു കത്തി വെച്ച് അരികൊക്കെ ഇതേമാതിരി ഒന്ന് വിടർത്തിയെടുക്കാം. ഇനി ഒരു പ്ലേറ്റ് വെച്ച് കമഴ്ത്തിയിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ. നോക്ക്, കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? അതേമാതിരി തന്നെയാണ് കഴിക്കാനും. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ അപ്പാടെ തന്നെ കഴിക്കാനും നല്ല സ്വാദാണ്. ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം മുറിച്ചെടുക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.